PC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ 11-ന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ ഹോട്ട് ടോപ്പിക്കുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചാനലിൽ പ്രധാനമായിട്ടും തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സും പുതിയ SCERT ചാപ്റ്ററുകളോട് ബേസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ പോയിന്റുകളുമാണ് ഉൾപ്പെടുത്തുന്നത്. കൂടാതെ ഹോട്ട് ടോപ്പിക്കുകളും GK ക്വസ്റ്റ്യൻസും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതരനാമങ്ങളും നദികളും. അപ്പോൾ നിള, പേരാർ എന്നീ പേരുകളിലാണ് ഭാരതപ്പുഴ അറിയപ്പെടുന്നത്. അപ്പോൾ ഭാരതപ്പുഴയെ നിള എന്നും പേരാർ എന്നും അറിയപ്പെടുന്നുണ്ട്. പയസ്വനി എന്ന പേരിലും പെരുമ്പുഴ എന്ന പേരിലും ചന്ദ്രഗിരിപ്പുഴ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പയസ്വനി എന്ന പേരിലും പെരുമ്പുഴ എന്ന പേരിലും ചന്ദ്രഗിരിപ്പുഴ അറിയപ്പെടുന്നുണ്ട്. ആലുവ പുഴ എന്നറിയപ്പെടുന്നത് പെരിയാർ കേട്ടോ. പെരിയാറിനെയാണ് ആലുവ പുഴ എന്നറിയപ്പെടുന്നത്. വണ്ണാത്തിപ്പുഴ എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ പുഴ. അപ്പോൾ പയ്യന്നൂർ പുഴയാണ് വണ്ണാത്തിപ്പുഴ എന്ന പേരിലും അറിയപ്പെടുന്നത്. വല്ലപ്പുഴ, പുല്ലുകയാർ എന്നീ പേരിലും മണിമലയാർ എന്ന പുഴ അറിയപ്പെടുന്നുണ്ട്. വല്ലപ്പുഴയും പുല്ലുകയാർ എന്ന പേരിലും മണിമലയാർ അറിയപ്പെടുന്നുണ്ട്. വള്ളിലപ്പുഴ എന്നറിയപ്പെടുന്നത് തിരൂർ പുഴ കേട്ടോ. വള്ളിലപ്പുഴ എന്നറിയപ്പെടുന്നത് തിരൂർ പുഴ. വിയ്യൂർ പുഴ, താണിക്കുടം പുഴയാണ് വിയ്യൂർ പുഴ എന്നും അറിയപ്പെടുന്നത്. വടക്കാഞ്ചേരി പുഴ അഥവാ ആലൂർ പുഴ അറിയപ്പെടുന്നത് കേച്ചേരി പുഴയാണ് വടക്കാഞ്ചേരി പുഴ എന്നും ആലൂർ പുഴ എന്നും അറിയപ്പെടുന്നത്. കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴയാണ് കേട്ടോ. കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴയെ. കവണാർ അഥവാ ഗൗണാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മീനച്ചിലാർ. അപ്പോൾ മീനച്ചിലാറിനെ കവണാർ എന്നും ഗൗണാർ എന്നും അറിയപ്പെടുന്നത്. കുയ്യാലിപ്പുഴ എന്നറിയപ്പെടുന്നത് തലശ്ശേരി പുഴ കേട്ടോ. അപ്പോൾ തലശ്ശേരി പുഴയെ കുയ്യാലിപ്പുഴ എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ് കേട്ടോ. കണ്ണാടിപ്പുഴയാണ് ചിറ്റൂർ പുഴ എന്നും അറിയപ്പെടുന്നത്. ഭാരതപ്പുഴയെ അതുപോലെ പൊന്നാനിപ്പുഴ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പൊന്നാനിപ്പുഴ. അപ്പോൾ നിള, നമ്മളെന്താ മേലെ പറഞ്ഞ നിള എന്നും പേരാർ എന്നും ഭാരതപ്പുഴ അറിയപ്പെടുന്നുണ്ട്. കൂടാതെ പൊന്നാനിപ്പുഴ എന്നും അറിയപ്പെടുന്നുണ്ട്. പൊന്നിയം പുഴ എന്നറിയപ്പെടുന്നത് തലശ്ശേരി പുഴ കേട്ടോ. പൊന്നിയം പുഴ എന്നറിയപ്പെടുന്നത് തലശ്ശേരി പുഴ. ചാലിയാർ പുഴയെ അതുപോലെ പൊൻപുഴ എന്നും അറിയപ്പെടുന്നുണ്ട്. ചാലിയാർ പുഴയെ പൊൻപുഴ എന്നും അറിയപ്പെടുന്നുണ്ട്. കാര്യങ്കോട് പുഴ എന്നറിയപ്പെടുന്നത് തേജസ്വിനി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. കാര്യങ്കോട് പുഴ എന്നുള്ള തേജസ്വിനി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കാം. താങ്ക്